7 പേർക്കെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ നടിയുടെ മൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്തും. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ആലുവയിലെ ഫ്ളാറ്റിലെത്തും. ജയസൂര്യ, മണിയൻ പിള്ളരാജു ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് യുവതിയുടെ പരാതി. അതിനിടെ ഹൈക്കോടതി നിർദ്ദേശം വരുന്നതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ പരിധിയിൽ വരേണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP നിർദ്ദേശം നൽകി. ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയും അജീഷ് ജയകുമാറും. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, ഈ യുവനടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് ഏത് രീതിയിലാണ്? അനുജ, എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരുന്നത്. അതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് നിന്ന് അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 10:30 ഇവരുടെ ഫ്ളാറ്റിൽ, ആലുവയിലെ ഫ്ളാറ്റിലെത്തി ഈ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഐശ്വര്യ ഡോങ്റയൊപ്പം ജി പൂങ്കൊഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലുവയിലെ ഫ്ളാറ്റിലെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തുക. പ്രധാനമായും 7 പേരുകളാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അത് 7 പരാതികളായാണ് നടി അന്വേഷണ സംഘത്തിന് നൽകിയത് എന്നുള്ളതും പ്രധാനമായി പറയേണ്ടതാണ്. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ളരാജു, ഇടവേള ബാബു എന്നീ നടന്മാർക്കും ഒപ്പം പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു സിനിമ അഡ്വക്കേറ്റ് എന്നിവരാണ് 7 പേർ. എന്തായാലും ഇവർക്കെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നടി വ്യക്തമാക്കിയതാണ്. 2013 മുൻപ് സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഈ കലണ്ടർ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം ആ സിനിമയുടെ നിർമ്മാതാവായ സജി നന്ദിയാട്ടുമായി പങ്കുവച്ചിരുന്നതും അദ്ദേഹത്തെ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം വിളിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നടി പങ്കുവയ്ക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ആലുവയിലെ ഫ്ളാറ്റിലെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തും. അനുജ, അതെ, അതാണ് ഇപ്പോൾ 7 പേർക്കെതിരെയാണ്. അതിലൊരു അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കെതിരെയായിരുന്നു പരാതി നൽകിയത്. അതിൻ്റെ മൊഴി രേഖപ്പെടുത്തൽ, ആ തുടർ നടപടികളിലേക്കാണ് അന്വേഷണ സംഘം ഉടൻ തന്നെ ആലുവയിലെ ഫ്ളാറ്റിലെത്തുന്നത്. അതിനിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഈ അന്വേഷണ പരിധിയിലേക്ക് വേണ്ട എന്ന പ്രത്യേക നിർദ്ദേശം കൂടി അന്വേഷണ സംഘത്തിന് DGP നൽകിയിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ കൂടിയുണ്ട്. അജീഷ്, ഇത് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ല ഇപ്പോൾ പരിഗണിക്കുന്നത്. നിലവിൽ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്മേലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് പ്രത്യേക നിർദ്ദേശമായി തന്നെ നൽകുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോടതിയുടെ അതിലുള്ളൊരു തീരുമാനം വരാനിരിക്കുന്നു. സെപ്റ്റംബർ 10 കോടതി അത് ഉത്തരവ് പുറപ്പെടുവിക്കാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇതിന്മേലേക്ക് കടക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി ആ നിർദ്ദേശം DGP നൽകിയിട്ടുണ്ട് എന്നതാണോ? അനുജ, അങ്ങനെയാണ്. അതായത് ഈ അന്വേഷണ സംഘം രൂപീകരിച്ച സമയത്ത് ഈ സർക്കാരിനോട് ഇതിന്റെ പൂർണ്ണ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്നലെ ചേർന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ DGP അധ്യക്ഷനായിരുന്നു. ഈ യോഗത്തിലാണ് ഈ വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് ഈ സർക്കാരിൽ നിന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെടേണ്ടതില്ല, റിപ്പോർട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം ലഭിച്ചത്. അതേസമയം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അല്ലാതെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന പരാതി മാത്രം അന്വേഷിച്ചാൽ മതി എന്നൊരു നിർദ്ദേശമാണ് DGP ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 മേഖലകളായി തിരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നിലവിൽ എന്തായാലും 18 പരാതികളാണ് ഇന്നലെ രാത്രി വരെ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഈ 18 പരാതികളിൽ ഈ കൊച്ചിയിലെ നടിയും തിരുവനന്തപുരത്തെ നടിയും ഉൾപ്പെടെ നൽകിയ പരാതികളുണ്ട്. ഈ പരാതികളിൽ ഇപ്പോൾ 2 സംഘങ്ങളായിട്ട് അന്വേഷണം നടക്കുകയാണ്. ഉത്തരമേഖലയും തെക്കൻ മേഖലയുമായിട്ട് ആയിരിക്കും അന്വേഷണം നടക്കുക. ഈ പരാതികൾ നൽകിയവരെ, ഈ പരാതിക്കാരായവരുടെ മൊഴി എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തി അടുത്ത പ്രതികളായിട്ടുള്ളവരെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ 10 അനുജ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഒരു വിധി വന്നതിന് ശേഷം മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടി എടുത്താൽ മതി എന്നൊരു നിർദ്ദേശമാണ് നിലവിൽ DGP നൽകിയിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ അജീഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ള ആരെങ്കിലും പോലീസിൽ പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ അതിന്മേൽ നടപടി എടുക്കുക, അന്വേഷണവുമായി മുന്നോട്ട് പോകുക എന്നതിലേക്കും ഈ അന്വേഷണ സംഘം കടക്കും. ഉറപ്പാണ്. അത് ഇന്നലെ തന്നെ പറഞ്ഞതാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത ആരെങ്കിലും നേരിട്ടോ അല്ലാതെ ഇമെയിൽ മുഖേനയോ പോലീസിൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേസെടുക്കണം, അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം നിർദ്ദേശം DGP കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുക്കാത്ത, അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിലും സോഷ്യൽ മീഡിയയിലും വെളിപ്പെടുത്തൽ നടത്താത്ത ഒരാൾ കൂടി എന്തായാലും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 18 പരാതികൾ ആയിട്ടുള്ളത്. അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പോലീസ്. എന്തായാലും അങ്ങനെ ഒരാൾ കൂടി പോലീസിന് പരാതി നൽകി. അതായത് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിലും ഹേമ കമ്മിറ്റിക്ക് മുമ്പിലും മൊഴി നൽകാത്ത ഒരാൾ കൂടി, അതായത് ഇപ്പോഴും അജ്ഞാതയായിരിക്കുന്ന ഒരാൾ കൂടി ഈ സിനിമാ സെറ്റിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ കേസുകളും പോലീസ് അന്വേഷിച്ച് കൃത്യമായി കേസെടുക്കാനാണ് DGP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത നിർദ്ദേശത്തിൽ പെടുന്നതാണ്.
ശരി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിലവിൽ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല എന്ന് അത് നേരത്തെ തന്നെ പുറത്തു വന്ന കാര്യമാണ്. ആ തരത്തിലേക്ക് നിർദ്ദേശം DGPയുടെ ഭാഗത്തുനിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് അജീഷ് നൽകിയത്.